ഹലോ ഫ്രണ്ട്സ്. അപ്പം 2020 സനൽകുമാർ ശശിധരന്റെ സംവിധാനത്തില് മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തിൽ വന്ന കയറ്റം എന്നുള്ള സിനിമ ഇപ്പം OTT അവൈലബിൾ ആയിട്ടുണ്ട്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ നമുക്ക് പറ്റിയൊരു സിനിമയല്ല, ഒരു സാധാരണക്കാർക്ക് പറ്റിയൊരു സിനിമയല്ല. ഇതൊരു അത്യാവശ്യം ബുദ്ധിജീവികൾക്കൊക്കെ പറ്റിയൊരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. സിനിമ ഒരു ഡ്രാമ ത്രില്ലർ മൂവിയാണ്, പക്ഷെങ്കിൽ ഇതിലെ ത്രില്ലിംഗ് എലമെന്റ് ഒന്നും അത്ര എനിക്കൊട്ട് മനസ്സിലായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് തന്നെയാണ് പറയാനെ കൊണ്ട്. അവര് എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് സിനിമയിൽ കൂടെ, പക്ഷെങ്കിൽ ആ സിനിമയിൽ കൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലല്ല അവരെന്താ ഉദ്ദേശിക്കുന്നുള്ളത്. ഇതിൽ മെയിനായിട്ട് അവര് ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് വയ്ക്കുന്നത് മായ ആരാണെന്നുള്ളതാണ്. അത് ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ നമ്മളോട് കണ്ടുപിടിക്കാനുള്ള രീതിയിലാണ് അവര് അവസാനിപ്പിക്കുന്നത് സിനിമ. ഇതിൽ പ്രത്യേകിച്ച് സിനിമയിൽ ഒന്നുമില്ല. ഒരു ട്രക്കിങ് സിനിമ തുടങ്ങി അവസാനം വരെ ഒരു 4-5 പേര് പോകുന്നു. അതിലൊരു കുറച്ച് പാട്ടുകാരുണ്ട്. അതും വേറെ ഏതോ ഇതിനു വേണ്ടി സിനിമയ്ക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഭാഷയിൽ എന്തോ ഒരു പാട്ടുണ്ട്. അതൊക്കെ ഉള്ളൂ ഈ സിനിമയ്ക്കകത്ത്. പിന്നെ ഈ സിനിമയിൽ ഫുള്ള് ഷൂട്ട് ചെയ്തത് ഐഫോണിലാണെന്ന് പറയുന്നു. അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. ഇത് ഫുള്ള് ഷൂട്ട് ചെയ്തത് ഐഫോണിലാണെങ്കിൽ അതിന് ഒരു കൈയടി നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അതിന്റെ വിഷ്വൽ എല്ലാം ഓക്കെ ആയിരുന്നു. എനിക്ക് ഇതില് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സിനിമ തുടങ്ങിയ അവസാനം വരെ ഒരു ട്രക്കിങ്, അത് മാത്രമേ ഉള്ളൂ ഈ ഒരു സിനിമയില്. നടന്നുകൊണ്ടിരിക്കുന്നു, കയറിക്കൊണ്ടിരിക്കുന്നു. അതിൽ കൂടുതലൊന്നുമില്ല ഈ സിനിമയില്. അപ്പം ശരി ഫ്രണ്ട്സ്, ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇത് പണ്ട് 2020 IFKയിലൊക്കെ മാത്രം റിലീസ് ആയതാണ്. ഇപ്പം ഡിജിറ്റലി വന്നിട്ടുണ്ട്. അപ്പൊ ശരി ഗൈസ്, അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.